JRF aspirants, welcoming all of you to the session. Myself Nihila Shreen, Commerce faculty from Crystal EduHub, and today's session is all about how to crack NET JRF in the upcoming exam. That is June 2024. നിങ്ങളും നെറ്റ് ഓർ JRF ഒന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീമായിട്ടിരിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് ടൈം നെറ്റ് എക്സാം എഴുതുന്നവരെ അതല്ലെങ്കിൽ എക്സാമിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നേ ഉള്ളൂ, PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ എക്സാമിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി വന്നവരായിരിക്കാം, അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഡിസംബർ സൈക്കിളിൽ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തു JRFന് വേണ്ടി ട്രൈ ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബേസിക്കലി നമ്മുടെ എക്സാമിന്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് മറ്റു ടിപ്സ് കാര്യങ്ങളെല്ലാം പറയാം. സോ ബിഫോർ അവർ പ്രിപ്പറേഷൻ ഏതൊരു എക്സാമിനും മുൻപായിട്ട് ഇപ്പോൾ നെറ്റ് അല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നമ്മൾ ബോത്ത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി പ്രിപ്പയർഡ് ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൈൻഡിലോണ്ടും മെന്റലി നമ്മൾ അതിലേക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കണം. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുള്ള എഫേർട്ട് നമ്മൾ എടുക്കും. ദാറ്റ്സ് കോൾഡ് എക്സ്റ്റേണൽ പ്രിപ്പറേഷൻ. അപ്പോൾ ഈ രണ്ട് പ്രിപ്പറേഷനും ഫസ്റ്റ് ഫീൽഡ് നമുക്കിത് എക്സ്റ്റേണൽ പ്രിപ്പറേഷനെ പറ്റി സംസാരിക്കാം. ഈ ഒരു എക്സ്റ്റേണൽ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മളുടെ ടൈം ടേബിൾ തയ്യാറാക്കുന്നു, എന്നുള്ളൊരു സ്ട്രക്ചേർഡ് ലെവൽ കീപ്പ് ചെയ്യുന്നു, നല്ല രീതിയിൽ നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ എക്സാമിലെ പഠനങ്ങളും കാര്യങ്ങളും കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പം അതിന് മുൻപായിട്ട് നമ്മൾക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ ലെവൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളൊരു എക്സ്റ്റേണൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ ലെവൽ മനസ്സിലാക്കണം. അപ്പോൾ എക്സാം എങ്ങനെയാണ്, നെറ്റ് എന്താണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി വെച്ച ശേഷം സെഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യുക, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഫസ്റ്റ്ലി പറയുന്നത്. നിങ്ങൾ ഒരു എക്സാമിനെ പറ്റി യാതൊരു ധാരണയും ഇല്ല, PG ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പണ്ട് എങ്ങോ PG പഠിച്ചു കഴിഞ്ഞു, ഇപ്പം ഹൗസ് വൈഫാണ്, മാരീഡാണ്, അതല്ലെങ്കിൽ കുറെ ഗ്യാപ്പ് വിട്ടു, അങ്ങനെ ഇപ്പം നിനക്ക് തോന്നിയതാണ് നെറ്റൊന്ന് ട്രൈ ചെയ്യണം, നെറ്റ് അച്ചീവ് ചെയ്യണം എന്നല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബിഗിനർ ലെവലിൽ വിളിക്കാം. അതായത് സിസ്റ്റം ജസ്റ്റ് സിലബസ് അറിയാം, അതല്ലാതെ നെറ്റ് എക്സാം എന്താണെന്നും പാറ്റേൺ എന്നൊന്നും വലിയ ഐഡിയ ഇല്ല, ഇതുവരെ നെറ്റ് എക്സാം എഴുതിയിട്ടില്ല. അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ബിഗിനർ ലെവൽ. ഐ തിങ്ക് വരുന്ന 6 മന്ത് ഇപ്പം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബെസ്റ്റ് ടൈമിങ്ങിലാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് മുൻപിൽ നീണ്ട 5 മാസമുണ്ട്. ഒരിക്കലും അത് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. 5 മാസം എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡ് വല്ലാതെ നമ്മൾ ട്രിഗർ ചെയ്യും. നമ്മൾ ആ 5 മാസം എന്ന് പറയുമ്പോൾ സമയമുണ്ടല്ലോ എന്നുള്ളൊരു പ്രോക്രാസ്റ്റിനേഷൻ മൈൻഡ് വരും. അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. ഇന്ന് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള ടൈം ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നെറ്റ് അച്ചീവ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഓൾറെഡി കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഒന്നും ഇല്ല, കുറെ എന്തൊക്കെയോ ശ്രമിച്ചു, എന്തൊക്കെയോ പഠിച്ചു, കുറെ വീഡിയോ കണ്ടു, കുറെ ആരൊക്കെ പറഞ്ഞ ബുക്സ് വായിച്ചു, അങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ എക്സാം എഴുതി കഴിയുമ്പോൾ ആൾക്കുള്ള ഫീൽ എന്ന് പറയുമ്പോഴല്ലോ ഒരു ഡിസപ്പോയിന്റഡ് ഫീൽ ആയിരിക്കും. കാരണം ആളുടെ മനസ്സിൽ ആൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ വേണ്ടപ്പെട്ട ഫംഗ്ഷൻസ് മിസ് ചെയ്തിട്ടുണ്ട്, അത്രയൊക്കെ ഞാൻ ചെയ്ത് പഠിച്ചിട്ടു, എന്നിട്ട് എനിക്ക് നെറ്റ് കിട്ടുന്നില്ലല്ലോ എന്നൊരു ഫ്രസ്ട്രേഷനിലായിരിക്കും അയാൾ ഇരിക്കുന്നത്. കാരണം അവരെന്തൊക്കെയോ ചെയ്തു, പക്ഷെ അത് സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. അതാണ് അവരുടെ ഒരു പ്രശ്നം. നമ്മളൊരു വ്യക്തമായൊരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു കോച്ചിങ്, ഒരു ഗൈഡൻസ് ഇല്ലാതെ പ്രിപ്പയർ ചെയ്യുന്നതും വ്യക്തമായൊരു ഗൈഡൻസിൽ കൂടെ പ്രിപ്പയർ ചെയ്യുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എക്സാമിന് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലായിരിക്കും കാണുന്നത്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടു, അത്രയും പഠിച്ചു, എന്നിട്ടും എനിക്ക് നെറ്റ് കിട്ടുന്നില്ലല്ലോ, എന്നാൽ ഇതെനിക്കുള്ള സംഭവം ആയിരിക്കില്ല, ഇത് മറ്റാർക്കോ പറഞ്ഞ കാര്യമാണ് എന്നൊക്കെ ഉള്ളൊരു സ്റ്റേജിലായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങൾക്ക് യാതൊരു മുൻവിധികളും ഇല്ല. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള 6 മന്ത് വെൽ പ്രിപ്പയർഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് ഞാൻ തരാം. കാരണം അതിനുള്ള ചുമ്മാ പറയല്ല, അതിനുള്ള സ്ട്രക്ചേർഡ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ടൈം ടേബിൾ ഉണ്ട്, അതിന് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അത് ഈ 5 മാസം എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പം അങ്ങനെയൊരു ഇതുവരെ എക്സാം എഴുതാത്ത ആളാണെങ്കിൽ നിങ്ങൾ ബിഗിനർ ലെവലിൽ കാണുക, അവർക്ക് വേണ്ടുള്ള സ്ട്രാറ്റജീസ് പറയുമ്പോൾ അത് ഫോക്കസ് ചെയ്യാം. ആൻഡ് ഇന്റർമീഡിയറ്റ് ലെവൽ
സെക്കൻഡ് ലെവൽ, അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി നെറ്റ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ഡാറ്റ അറിയാം, കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട്, സിലബസ് എല്ലാം അത്യാവശ്യം പരിചയമുണ്ട്, PYQ ചെയ്ത് പരിചയമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് വിളിക്കാം. അപ്പം നിങ്ങൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബിഗിനർ ലെവലുള്ള ഒരാൾക്ക് ബേസിക് മുതലുള്ള കോച്ചിങ് വെരി എസെൻഷ്യൽ ആണ്. കാരണം ബേസിക് ഇല്ലാതെ നമ്മൾ യൂട്യൂബ് പ്രിപ്പറേഷനോ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും കൂടെ നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഒരു പക്ഷേ ആരും ഡിസ്കസ് ചെയ്തെന്ന് വരില്ല. നമ്മളെപ്പോഴും ഒരു കോർ ടോപ്പിക്, കോർ കോൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും അധികമായിട്ടും നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ടോപ്പിക്കിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ബിഗിനർ സ്റ്റേജിലുള്ള ആൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയില്ല എന്ന് വരാം. പക്ഷെ ഇന്റർമീഡിയറ്റ് ലെവലുള്ള ഒരാളാണെങ്കിൽ ഇത്തരം വീഡിയോസ് ഉപകാരപ്പെടുത്തും. അതുപോലെ തന്നെ അപ്പോൾ പല രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാവും, അതൊന്നും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും കോച്ചിങ്ങിലാണെങ്കിലും കൂടെ അവിടുന്ന് ഇവിടുന്ന് ഒരുപാട് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ച കാര്യത്തെ കുറച്ചും കൂടെ റിവൈസ് ചെയ്തിട്ട് ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാന്നുള്ളത്. ഇപ്പം നെറ്റിന്റെ സിലബസ് സംബന്ധിച്ചിടത്തോളം സിലബസ് കവർ ചെയ്യാനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു വർഷങ്ങളൊക്കെ എടുത്തിട്ട് നടക്കുകയായിരിക്കും. അതല്ലാതെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് വേണ്ടത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, എക്സാം ഓറിയന്റഡ് ഒരു സ്റ്റഡിയാണ്. അപ്പം സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നെറ്റിന്റെ സിലബസ് നമുക്കൊരു സ്ട്രക്ചേർഡ് സിലബസ് NTA തന്നിട്ടുണ്ട്, വെബ്സൈറ്റിൽ പോയാൽ കാണാം. അതായത് +1 തൊട്ടിട്ട് +1, +2, ഡിഗ്രി, PG വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് എന്തും ആവാം. അതാണ് നമ്മുടെ സിലബസ്. അതുകൊണ്ട് സിലബസ് ഫാസ്റ്റ് കവർ ചെയ്യണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയും പുതിയതായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് കരുതിയിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് ബ്രൗസ് ചെയ്ത് പോകുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്, കുറച്ച് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ട്, അവയെല്ലാം ഒന്നും കൂടി ഉറപ്പുവരുത്തുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ, അതായത് പുതിയ കാര്യങ്ങളിലേക്ക് സെർച്ച് ചെയ്യുന്നതിനേക്കാൾ ഉപരി പഠിച്ച കാര്യങ്ങൾക്ക് അവിടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക എന്നുള്ളതിനാണ് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ നെറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ്, JRFന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങളുടെ ലെവൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം സിലബസ് ആയിട്ട് നല്ല പരിചയമുണ്ട്, ഐഡിയാസ് ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2 എല്ലാം നല്ല ഐഡിയ ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് PYQ പ്രിപ്പറേഷൻ ആണ്, പ്രാക്ടീസ് ആണ്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാങ്കിൾ ചെയ്യാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഒരു PYQ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് 4 ഓപ്ഷൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ നമുക്ക് അവിടെ കിട്ടുന്ന 4 ഓപ്ഷനാണ്. ഈ 4 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മിയർ വേർഡോ സെന്റൻസോ അല്ല. ഈ 4 ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ടോപ്പിക്കാണ്, 4 ഏരിയയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് വഴി നമ്മൾ 4 ടോപ്പിക്ക് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പഠിച്ചു പോകുന്നത് നിർത്തിയിട്ട് പഠിച്ചു പോകാം. അതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടെ വൈഡ് ഏരിയയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, PYQ മാക്സിമം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ PYQ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ നെറ്റ് എക്സാമിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മാനുവലി ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു, എന്നിട്ട് ഇങ്ങനെ എഴുതി കൂട്ടുന്നു, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം വരും. കാരണം നമുക്ക് ആൻസർ കിട്ടും, പക്ഷെ ടൈമിംഗ് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ PYQ ചെയ്യുമ്പോൾ എപ്പോഴും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റിൽ തന്നെ, ഓതറൈസ്ഡ് ആയിട്ട് ഒരു ആപ്പിന്റെ ഒരു മോക്ക് ടെസ്റ്റിനെ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ടൈമിൽ 1 മിനിറ്റ് മാത്രം എക്സാമിന് എടുക്കുന്ന രീതിയിൽ. കാരണം എക്സാമിന് ഒരു പക്ഷേ ആൻസർ ചെയ്യാൻ ഒരു പക്ഷേ എല്ലാവർക്കും പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾക്കിപ്പോൾ ഒരു പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതല്ല, 1 മിനിറ്റ് കൊണ്ട് ആ ആൻസറിലേക്ക് എത്തുക എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മാനുവലി ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടി നമ്മൾ NTA വെബ്സൈറ്റിൽ NTA നെറ്റ് എങ്ങനെയാണോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അതേപോലുള്ള രീതിയിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എപ്പോഴും കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ലെവൽ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ കോച്ചിങ് പ്രിപ്പയർ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും അതിനനുസരിച്ച് നിങ്ങളുടെ ലെവൽ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ലെവൽ എന്താണെന്ന് ലെവലിന്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഇന്റർമീഡിയറ്റ് ലെവലാണെന്ന് കരുതും. അപ്പോൾ ഇന്റർമീഡിയറ്റ് ലെവലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ലോയുടെ സിലബസ്. ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് വൈഡ് സിലബസ് ആണ്, ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അല്ലേ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്നുള്ളൊരു ഫീൽ ആയിരിക്കും നമുക്ക് വരിക. കുറേ ആക്ട് ഉണ്ട്, കുറേ ഇയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ലോ എനിക്ക് കേട്ടുകൂടാ, ആ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെയുള്ള ഈ ഒരു സംഭവം കാണുന്നതിനേക്കാളും നമുക്ക് ഒരുപാട് സ്മൂത്ത് ആയിട്ട് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ വാസ്റ്റ് സിലബസ്. ഇതിൽ കുറേ ഡേറ്റ് ഉണ്ട്, കുറേ ഇയേഴ്സ് ഉണ്ട്, ആക്ട് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിരന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോയുടെ മൊത്തം യൂണിറ്റിനെയും നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ജസ്റ്റ് 12 ചാപ്റ്റേഴ്സ് ആയിട്ട് മാറി.
അതായത് ലോയിലെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ വെറും 12 ചാപ്റ്റേഴ്സിലേക്ക് ഒതുക്കുകയാണ്. അതും അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രി ടെക്സ്റ്റ് പഠിച്ച പോലെ അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സാധാ രീതിയിൽ പഠിക്കുന്ന പോലെ സ്കൂൾ ബുക്സ് പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് 12 ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോ കവർ ചെയ്യാം. അല്ലാതെ ലോ ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണ്, അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന സോഴ്സ് എടുത്ത് റെഫർ ചെയ്യുകയാണെന്നൊക്കെ ചെയ്യുമ്പോൾ ഒന്നിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണത നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ 1 to 12 ചാപ്റ്റേഴ്സ് ആയിട്ട് ലോനെ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഇന്ത്യൻ കോൺട്രാക്റ്റഡ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആയിട്ട് അത് വെറുതെ ചാപ്റ്റേഴ്സ് ആയി ഡിവൈഡ് ചെയ്തതല്ല, ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മളത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന ആക്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നു, പിന്നെ സെക്കൻഡ് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയർ വൈസ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആ പഠിച്ച ഓർഡറിൽ നിങ്ങൾക്ക് ലോജിക്കലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഇയറിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഓർ സ്ട്രക്ചേർഡ് വേ ഓഫ് മെത്തേഡ് വേ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ ഈ ഒരു രീതിയിൽ സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ ആകാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ സിലബസ് എടുക്കുന്നു, ഇതിൽ ഏതെങ്കിലും ഒരു ആക്ട് എടുക്കുന്നു, അതിൻ്റെ ഒരു വീഡിയോ കിട്ടുമ്പോൾ വീഡിയോ കാണുന്നു, കുറച്ച് നോട്ട് ചെയ്യുന്നു, അങ്ങനെ പഠിച്ചത് ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഇത് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചൊന്നും നമ്മുടെ മൈൻഡിൽ സ്റ്റോക്ക് ആവുകയില്ല. ഇതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ രീതിയിൽ ഓരോ യൂണിറ്റും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ യൂണിറ്റിനും നമ്മൾ കവർ ചെയ്ത് പോകും. ഓരോ യൂണിറ്റിന് ശേഷം ഓരോ യൂണിറ്റിൻ്റെ MCQ നമ്മൾ ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ സ്ട്രക്ചേർഡ് മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ക്രിസ്റ്റൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ വെബിനാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങളൊരു ലെവൽ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ബിഗിനർ, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ഇതിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങളുള്ളത് നിന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ച ശേഷം ബാക്കി കേൾക്കാം. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. പേപ്പർ 1, പേപ്പർ 2 നമുക്ക് 2 എക്സാംസ് ആണ് കവർ ചെയ്യാനുള്ളത്. നെറ്റ് എക്സാമിൽ 150 ക്വസ്റ്റ്യൻസിൽ 300 മാർക്സിനാണ് നമ്മുടെ എക്സാം ഉണ്ടാവുക. പേപ്പർ 1 ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്നത് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, ഓരോ സബ്ജക്റ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം. അത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ കറക്റ്റായിട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പം ചില മാർഗത്തു നിന്ന് 6 to 7 ക്വസ്റ്റ്യൻസ്, ചില ഭാഗത്തു നിന്ന് 3 to 4 ക്വസ്റ്റ്യൻസ്, അങ്ങനെ സബ്ജക്റ്റ് ഒരു പക്ഷേ മാറ്റങ്ങൾ വരാറുണ്ട്. ആൻഡ് ദ ഹൈലൈറ്റ് തിങ് ഈസ് ഇതുവരെ നെഗറ്റീവ് മാർക്ക് ഇല്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ വെബിനാർ ഈസ് ഓൾസോ അബൌട്ട് സിലബസ് ചേഞ്ച്. അതായത് നെറ്റ് ഏകദേശം സിലബസ് ചേഞ്ച് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല, സിലബസ് ചേഞ്ച് ഉണ്ടാവും തന്നെയാണ് അറിയിക്കുന്നത്. കുറച്ച് മുൻതിരിയായി പറയാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജൂണിൽ തന്നെ മിക്കവാറും പ്രതീക്ഷിക്കാം. ഓക്കെ, സിലബസ് ചേഞ്ച് മിക്കവാറും പ്രതീക്ഷിക്കാം. സിലബസ് ചേഞ്ചിന്റെ കൂടെ നമ്മൾ നെഗറ്റീവ് മാർക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജൂൺ എക്സാമിൽ ആ മാറ്റം വന്നേക്കാം, അതല്ലെങ്കിൽ ഡിസംബർ സെഷനിലായിരിക്കും. ഓക്കെ, അത് നമ്മുടെ കൺസേണേ അല്ല, അതിനെപ്പറ്റി ആരും ചിന്തിക്കുക പോലും വേണ്ട. നമ്മൾ നെറ്റ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നോക്കുക, നമ്മുടെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രം മതി. ഈ നെഗറ്റീവ് മാർക്ക് ഒരിക്കലും നമുക്കൊരു അടിയല്ല കേട്ടോ, ഒരിക്കലും നമുക്കതൊരു തിരിച്ചടിയാണ്. പലരും നെഗറ്റീവ് എന്ന് കേൾക്കുമ്പോഴേക്കും അയ്യോ നെഗറ്റീവ് വരുന്നു, ഇനി ആകെ കുടുങ്ങി എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വെൽ പ്രിപ്പയർഡ് ആയിട്ട് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല, അത് നമുക്കൊരു പ്ലസ് പോയിന്റാണ്. കാരണം ഈ ഗസ് അടിച്ചൊക്കെ കഴിച്ചിലായിട്ട് സക്സസ് ആയിട്ട് പോകുന്നവരെക്കാളും അവരും നമ്മളും തമ്മിൽ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളും ജസ്റ്റ് പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യാത്ത ഒരാളും തമ്മിലൊരു വ്യത്യാസം വേണ്ടേ. ഓക്കെ, അപ്പോൾ അവർക്ക് അങ്ങനെ ഊസിക്ക് കിട്ടുന്നതിനേക്കാളും നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ച ഒരാൾക്ക് നെഗറ്റീവ് മാർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. ഓക്കെ, നമ്മുടെ ആ ഒരു പവർ ഇവിടെ കൂടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ കൺസേൺഡ് ആവേ വേണ്ട. ഇനി പ്രിപ്പറേഷനൊക്കെ സിലബസ് ചേഞ്ച് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ആ രീതിയിലേക്കൊന്നും ദയവായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സെറ്റ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചോളൂ. നമ്മുടെ പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സിലബസ് ഇപ്പോൾ 2019 വന്നിട്ട് അപ്ഡേഷൻ ആയിട്ടുള്ള സിലബസ് ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് സിലബസ് അപ്ഡേറ്റ് ആവാൻ ഇരിക്കുന്നു. ആൻഡ് പേപ്പർ 1 കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പേപ്പർ 1 ഇതുപോലെ നമ്മൾ സിലബസിനെയും മനസ്സിലാക്കിയിട്ട് പഠിക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ജസ്റ്റ് ഓരോ യൂണിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആകുമ്പോൾ പ്രശ്നമാണത്. നമ്മൾ യൂട്യൂബ് റെഫർ ചെയ്യും, യൂട്യൂബിൽ ഏത് വീഡിയോ ആണോ കിട്ടുന്നത് ആ വീഡിയോ അങ്ങ് കാണും, അങ്ങ് പഠിക്കും. ഓക്കെ, അതിനിടയിൽ വല്ല റീൽസ് വന്ന് പോയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി. ഓക്കെ, അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ സിലബസിനെ അറിഞ്ഞിട്ട് പഠിക്കുക, എന്നിട്ട് സിലബസ് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പേപ്പർ 1 നമുക്ക് ആപ്റ്റിറ്റ്യൂഡായിട്ടും സ്കില്ലായിട്ടും ജനറലായിട്ടും കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ജനറലൊക്കെ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ലെവലിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നുമല്ല. പിന്നെ ഒരു സ്കിൽ ഓർ ലോജിക്കൽ ലെവലിലേക്ക് വരുന്നതാണ് ലോജിക്കൽ റീസണിങ്, മാത്തമെറ്റിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, റീഡിങ് ആൻഡ് കംപ്രഹെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ.
അപ്പോൾ ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു അയ്യോ ഫീൽ ആണെങ്കിലും കൂടി നമ്മൾക്ക് കൂടെ നിർത്താൻ പറ്റിയവരാണ് ഇവർ, അതായത് വിശ്വസിക്കാൻ പറ്റിയവരാണ് ഇവർ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം DI എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ആൻസർ കിട്ടിയാൽ തന്നെ ആ സമയത്തിനുള്ളിൽ ആൻസർ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഓപ്ഷൻസ് എല്ലാം ഭയങ്കരമായിട്ട് സിമിലർ ആയിരിക്കും. അപ്പോൾ DI പക്ഷേ അത് നമുക്ക് പ്രാക്ടീസിലൂടെ റെഡി ആക്കാവുന്നതേ ഉള്ളൂ, ഈസി ആയിട്ട് റെഡി ആക്കാവുന്നതേ ഉള്ളൂ. DI ഫസ്റ്റിൽ ബുദ്ധിമുട്ടായിരിക്കും, സത്യമാണ്, തീർച്ചയാണ്. മാത്സ് എത്ര അറിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആ ഒരു ഫാസ്റ്റ് ആൻസറിലേക്ക് എത്താനുള്ള ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ പ്രോബ്ലം അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ നമുക്ക് തീർച്ചയായിട്ടും അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം DI ഒക്കെ എന്ന് വെച്ചാൽ കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെച്ച് ഡെയിലി വൈസിൽ നമ്മൾ ഓരോ ഡെയിലി PYQ ഡെയിലി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്കിൽ കയറാം. എന്നാൽ പിന്നെ എക്സാമിന് നമുക്ക് അവരെ വിശ്വസിക്കാം. കാരണം പഠിച്ചതേ വരൂ, ഔട്ട് ഓഫ് സിലബസ് വരില്ല, പുറത്തുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്ഡേറ്റഡ് കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. നമ്മൾ എന്താണ് ആ സിലബസിൽ എന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ DIയിൽ എന്താണോ നമുക്ക് പഠിക്കാനുള്ളത് അത്തരം കാര്യങ്ങളെ വരും. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കൂടെ നിർത്താവുന്ന ഒരു ടീംസാണ് ഈ ലോജിക്കൽ ലെവൽ ആൾക്കാർ. ഓക്കെ, പിന്നെ ജനറലായിട്ട് വരുന്ന കുറച്ച് പേരുണ്ട്, ICT, പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ. ഇവർ നമുക്കൊരു പരിധി വരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്തെന്ന് വരും. ബാക്കി 2 ക്വസ്റ്റ്യൻസ് പക്ഷേ അപ്ഡേറ്റഡ് സിലബസിനോ പുറത്തുള്ള കാര്യങ്ങളിനോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പേപ്പർ 1 ഇരിക്കുന്നത്. ഇനി പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ പേപ്പർ 2 കോമേഴ്സ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ആയിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും 200 മാർക്ക്, അതായത് ടോട്ടൽ 200 മാർക്ക്. 10 സബ്ജക്റ്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരി ആവാൻ ചാൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്, ഇതുവരെ നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇനി പേപ്പർ 2നെയും നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് എന്തിന്റെ ബേസിലെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ നമുക്ക് റിലയബിൾ, കാണുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും നമുക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നതും അതുപോലെ നമ്മുടെ കൂടെ നിർത്താനും കുറച്ചധികം സ്ട്രെസ് കൊടുത്താൽ അത് യൂസ്ഫുൾ ആവും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നതായ സെഷനാണ് പാർട്ട് A. ഓക്കെ, ദെൻ പാർട്ട് B. പാർട്ട് A എന്ന് പറയുമ്പം ബിസിനസ്, ഫിനാൻസ്, നമ്മൾ FM, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച്, ഇൻകം ടാക്സ്. ഓക്കെ, കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമുള്ള ടോപ്പിക്സ് ആയിരിക്കാം ഒരുപക്ഷെ ഇവർക്ക്. ഒരുപക്ഷെ 2 ടീംസും ഉണ്ട് കേട്ടോ. പ്രോബ്ലം ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട്, എന്നാൽ തന്നെ തിയറി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർ പ്രോബ്ലം ഭയങ്കര ഈസിയാണ്, വലിയ കുഴപ്പമില്ല, പക്ഷേ തിയറി പേപ്പർ എടുക്കുമ്പോഴേക്കും ഉറക്കം വരുന്നു, മാം തിയറി തീരെ കേൾക്കാൻ പറ്റുന്നില്ല മാം എന്ന് കൺസേൺ അറിയിക്കുന്നവരുണ്ട്. 2 ടൈപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എത്രയാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു പാർട്ട് A നമ്മൾക്ക് നമ്മുടെ കൂടെ കൂട്ടാം. ഓക്കെ, അതിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസ് എന്നേ ചോദിക്കുക എന്ന് ഉറപ്പ് വരുത്താം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എക്സാമിന് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. പാർട്ട് Bയിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കുറച്ചും കൂടെ സിമ്പിളാണ്. മറ്റ് ആസ്പെക്റ്റുകളെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡ് ഏരിയ ആണ്. നിങ്ങൾ കവർ ചെയ്താലും ഒരു പക്ഷേ കവർ ആവണമെന്നില്ല, എന്നാലും നമ്മൾ ഫുള്ളി കവർ ചെയ്യണമെന്നും എന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM എല്ലാം നമുക്ക് പിന്നെ ഒരുപാട് പരിചയമുള്ള ടോപ്പിക്കാണ്. +1 തൊട്ടിട്ടേ നമ്മൾക്ക് പരിചയമുള്ള ടോപ്പിക്സ് ആണ്. ആൻഡ് ലോ, ബിസിനസ് എൻവയോൺമെന്റ്, BE and IB. ഓക്കെ, ഇതാണ് പാർട്ട് Bയിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഏകദേശം നമ്മുടെ സിലബസിനെ പറ്റിയുള്ള ഒരു ധാരണ. ഓക്കെ, അപ്പോൾ സിലബസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ സിലബസ് നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് ഒരു സിലബസിന്റെ കോപ്പി കയ്യിലിരിക്കുക എന്നുള്ളതാണ്. സിലബസ് നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കുക. എവിടെയൊക്കെയോ എന്തൊക്കെയോ ടോപ്പിക്ക് പഠിക്കാതെ സിലബസ് നോക്കിയിട്ട് പഠിക്കും. അതായത് അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ഒത്തിരിയായി പഠിച്ചു, ഞാൻ ഒരുപാട് പഠിച്ചു, എന്നിട്ട് നെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ ഒരു കൺസേൺ തന്നെ ഇതാണ്, അവരെന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ പഠിക്കുന്നുണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുന്നില്ല. സ്ട്രക്ചേർഡ് സ്റ്റഡി എന്ന് പറയുമ്പം ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രസ് ഷീറ്റാണ്. ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ ടോപ്പിക്സ്, അതിന്റെ ഹെഡർ മിസ്സിംഗ് ആണ്. ഓക്കെ, എനിവേ ആ ടോപ്പിക് നമ്മുടെ സിലബസിലെ സബ്ജക്റ്റ് ആണ്. 2nd കോളത്തിലുള്ളത് അതിലെ യൂണിറ്റ്സ് ആണ്. 3rd കോളത്തിൽ വരുന്നത് അതിലെയും സബ് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് ഒരു സിലബസ് മിസ്സാവുകയോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് മിസ്സാവുകയോ വേണ്ടാത്തൊരു ടോപ്പിക്ക് വെറുതെ പഠിച്ച് സമയം കളയോ ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ മാത്രമല്ല, ഇതിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് യു ഹാവ് നമ്മുടെ പ്രോഗ്രസ് ഷീറ്റ് ആണ്. ഇത് റീഡ്, റിവൈസ്ഡ്, സ്റ്റഡീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ കോളംസ് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രസ് ഷീറ്റ് ആണിത്. അപ്പോൾ ഇത് ഓരോന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ടിക്ക് ചെയ്ത് പോകും. അതായത് നമ്മൾ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ക്ലാസ് തന്നെ വരെ ഏത് രീതിയിലാന്ന് പറയുമ്പോൾ BE and IB. ഓക്കെ, അതിൽ നമ്മൾ സബ് ടോപ്പിക്സ് ആണ് കോൺസെപ്റ്റ് ആൻഡ് എലമെന്റ് ഓഫ് എൻവയോൺമെന്റ്, സ്കോപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ആൻഡ് എലമെന്റ്സിൽ തന്നെ വീണ്ടും സബ് ടോപ്പിക്കിലുണ്ട്. അതായത് എക്കണോമിക് എൻവയോൺമെന്റ്, അതിൽ തന്നെ എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസേർവ് ആക്ട്സ്, FEMA, സോഷ്യൽ കൺസേർവ്, CSR എന്ന് പറഞ്ഞ് കുറേ സബ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഈ സബ് ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് സെഷൻ വരാം. അതിനുശേഷം നമ്മൾ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള MCQ കവർ ചെയ്യും. ഓക്കെ, അതാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യും, നമ്മൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും.
ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, അതിൻ്റെ ഉള്ളിലുള്ള സബ് ടോപ്പിക്ക് പഠിക്കുന്നു, അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നു. ശേഷം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട MCQ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് നമുക്ക് പക്ക ഓക്കെ ആക്കി എന്ന് തന്നെ പറയാം. ഓക്കെ, അതിനെ നമ്മൾ സ്ട്രക്ചേർഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ അത്രയാണ് നമ്മുടെ സിലബസിനെ പറ്റി പറയാനുള്ളത്, അതല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ പ്രിപ്പറേഷനെ പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്റേണൽ പ്രിപ്പറേഷനെ പറ്റിയാണ്. ഇന്റേണൽ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ നെറ്റ് എക്സാം പ്രിപ്പറേഷന് മുൻപായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവേണ്ട 3 ഗോൾഡൻ റൂൾസ് ഉണ്ട്. ഓക്കെ, 3 ഗോൾഡൻ റൂൾസ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മൈൻഡിൽ കൺസിഡർ ചെയ്യേണ്ട 3 റൂൾസാണ് ഈ ഡിസൈർ വിത്ത് എഫേർട്ട്, അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പർച്യൂണിറ്റി, യു മേ ഫോൾ, ട്രൈസ് അഗൈൻ എന്നത്. സോ ഡിസൈർ വിത്ത് എഫേർട്ട്, അതായത് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യാതെ അത് ഇഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു വേറെ ത്രില്ലാണല്ലേ. അപ്പം നമുക്ക് അവിടെ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഫീൽ ചെയ്യൂല. അതെന്തായാലും നമ്മൾ നെറ്റ് എക്സാം, അതായത് നെറ്റ് വേണം എന്ന് അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് നിങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കഷ്ടപ്പാടാവില്ല കേട്ടോ. അതെൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ പറയാണ്. അതൊരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ആഗ്രഹത്തോടു കൂടെ ചെയ്യാം. അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ നെറ്റിന് എക്സാം ട്രൈ ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളുടെ ഡ്രീം എന്താണെന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അതിനൊരു ഇഷ്ടത്തോടു കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. അതിനുവേണ്ടി ഉറക്കമൊഴിക്കുന്നതും അതിനുവേണ്ടി എക്സ്ട്രാ സമയം ചിലവഴിക്കുന്നതും അതിനുവേണ്ടി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കുന്നതും അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പാഷനേറ്റഡ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നെറ്റ് വേണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം 100% ഷുവർ നിങ്ങൾ ചെയ്യുന്ന കഷ്ടപ്പാട് നിങ്ങൾക്ക് കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യത്തില്ല. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പർച്യൂണിറ്റി, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത്രയും പ്രശ്നമില്ല. കാരണം നെറ്റിൻ്റെ ഒരു സാധ്യത, ഇപ്പം നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ, വർക്കിംഗ് ടീച്ചർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് കിട്ടിയാൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉയർന്ന ജോലിയിലേക്ക് കയറാം, കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും പോസ്റ്റ് മാറ്റി ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ വരുന്ന JRF അതേപോലെ മറ്റെന്തെങ്കിലും ട്രൈ ചെയ്യാം. എന്താണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ നിലയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം അത് കൊണ്ടുതരുന്നതായിരിക്കും. ഇനി ഒരു PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഫസ്റ്റ് ഇയർക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, മാത്രമല്ല ഭയങ്കര നെറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയവും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലെവൽ എന്താണോ, നിങ്ങൾ ആരാണോ, ആ സമയത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ് കിട്ടിയാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ചെയ്യുക. യു മേ ഫോൾ റൈസ് അഗൈൻ. ഇത് പറയാനുള്ളത് ഒരുപാട് തവണ നെറ്റ് എഴുതി എന്നിട്ട് എനിക്ക് എന്താ കിട്ടാതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നെറ്റ് ചെയ്തിട്ടുള്ള മാത്രമല്ല എല്ലാ ആൾക്കാരും ആദ്യം 5-6 തവണ എഴുതിയിട്ട് നെറ്റ് കിട്ടിയില്ല, അവസാനം 7th ടൈം JRF കിട്ടി, അതല്ലെങ്കിൽ 3-4 പ്രാവശ്യം എഴുതിയിട്ടാണ് നെറ്റ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് അറ്റംപ്റ്റിന് ശേഷം ഓരോരുത്തരുടെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ പല എഫേർട്ടിന് ശേഷം കിട്ടിയവരുണ്ട്. സോ അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്തു കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 3 ഗോൾഡൻ റൂൾസ് മനസ്സിലായിട്ടുണ്ടായിരിക്കട്ടെ. നിങ്ങൾ എഫേർട്ട് ഡിസയർ ആഗ്രഹത്തോടു കൂടെ എഫേർട്ട് ഇടുക, ഓപ്പർച്യൂണിറ്റി ശരിക്കും മനസ്സിലാക്കുക. ശേഷം നിങ്ങൾക്ക് ഒരുപക്ഷെ തളർന്നേക്കാം, മുഷിഞ്ഞേക്കാം, മടുത്തേക്കാം, പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത് എന്നുള്ളത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നെറ്റ് വേണം, നെറ്റ് നേടണം, JRF നേടണം, അങ്ങനെ ഒരുപാട് നേരമായല്ലോ പറയുന്നു. ഓക്കെ, പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണല്ലേ ആരും പറഞ്ഞു തരാത്തത്. ഓക്കെ, അതാണ് നമുക്ക് കറക്റ്റ് കിട്ടാത്തത്. നെറ്റ് വേണം എന്നുള്ള മോട്ടിവേഷനൊക്കെ എല്ലാവരും തരും. എങ്ങനെയെങ്കിലും നെറ്റ് വാങ്ങിയെടുക്കണം, അതാണ് ഇതാണ്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കണം. പക്ഷേ എങ്ങനെ നെറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കൊരു പലപ്പോഴും കൃത്യമായൊരു ഐഡിയ കിട്ടാതിരിക്കുക. ഓക്കെ, അതിനുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഹൗ ടു നെറ്റ് അച്ചീവ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്, നമ്മുടെ ഫസ്റ്റ് ശ്രമത്തിൽ തന്നെ, അതായത് ഈ വരുന്ന ജൂൺ 2024 എക്സാമിൽ തന്നെ നമുക്ക് എങ്ങനെ നെറ്റ് അച്ചീവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഇവിടെ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവർക്കാണ് കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം അവർക്ക് തീർച്ചയായിട്ടും പറ്റും. കാരണം അവർ ഈ ചുരുങ്ങിയ സമയമല്ല, നമ്മുടെ ക്രാഷ് കോഴ്സിനെ പോലെയല്ല, നമ്മുടെ ഫുൾ കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ മുൻപിൽ 3-4 മാസത്തെ സമയമുണ്ട്. അപ്പം നല്ലൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പറ്റും. ഞാനും ഫസ്റ്റ് ടൈം നെറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതായത് PGയുടെ വെക്കേഷൻ സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ടൈം നെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. PGക്ക് നെറ്റ് പഠിക്കുമ്പോൾ നെറ്റ് കിട്ടുക എന്നുള്ളത് എന്തായാലും വലിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെ, അതിന് നിങ്ങൾ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അത് മനസ്സിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കുക. PGയിലാണെങ്കിൽ ഓക്കെ, അത് വർക്കിംഗ് ആണെങ്കിൽ അങ്ങനെ. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം ആ പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ള പരിപാടി അങ്ങ് മാറ്റി വെക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ഇന്നാവാം. ഇനിയിപ്പോൾ എന്തായാലും ഡിസംബറൊക്കെ അല്ലേ, മതി. ഇനിയിപ്പോൾ ജാനുവരി 1 ന്യൂ ഇയർ അല്ലേ, അന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ന്യൂ ഇയർ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് വേണ്ട. അതായത് ഇപ്പം നിങ്ങൾ എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ബെസ്റ്റ് ടൈം ഏതാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഏതാണ് മിസ് നെറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം? റിസൾട്ട് വന്നിട്ടാണോ, റിസൾട്ട് വരുന്നതിന് മുൻപാണോ, എക്സാമിന് തലേന്നാണോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ, അതല്ലെങ്കിൽ ഒരു വർഷം മുൻപേ വെച്ച് പ്രിപ്പയർ ചെയ്യണോ, 2 വർഷം പ്രിപ്പയർ ചെയ്യണോ, 6 മാസം പ്രിപ്പയർ ചെയ്താൽ മതിയോ, ലാസ്റ്റ് മന്ത് പ്രിപ്പയർ ചെയ്താൽ മതി? പലർക്കും പല ടൈപ്പിലുള്ള ഡൗട്ട്സ് ആണ്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ബെസ്റ്റ് ടൈം എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു PG സമയത്തായിരുന്നു. ഓക്കെ, ഇനി ഞാൻ അഡ്രസ് ചെയ്യുന്നത് PGക്കാരെയല്ല. വർക്കിംഗ് വുമൻസ് ഉണ്ടാവാം, പിന്നെ കുട്ടികളുള്ള മദേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും, ജോലി ചെയ്യുന്ന മെൻസ് ഉണ്ടാവാം. ഓക്കെ, അവരോടൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ബെസ്റ്റ് സമയം എന്താണെന്നുള്ളത് നിങ്ങൾ ആ PG പഠിക്കുന്ന സമയത്തായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ബെസ്റ്റ് ടൈം എന്നത് അത് ഇന്ന്. ഓക്കെ, ബെസ്റ്റ് ടൈം ആ സമയത്ത് കഴിഞ്ഞു പോയി, PG ആയിരുന്നു, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം എന്നുള്ളത് അത് ഇന്നാണ്. സോ ഇന്ന് തന്നെ നിങ്ങൾ ഈവൻ പഠനം തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ജസ്റ്റ് ടൈം ടേബിൾ എങ്കിലും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ പല സിറ്റുവേഷനിലായിരിക്കും, വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തീർക്കാനുണ്ടായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേർഡനിൽ അകപ്പെട്ടവരായിരിക്കും. ഇനി എന്ത് കാര്യത്തിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇന്ന് ടൈം ടേബിളെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ നോട്ട്സിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ 2024 ജൂണിലെ നെറ്റ് അച്ചീവർ ആയിരിക്കും, GRF അച്ചീവർ ആയിരിക്കും എന്നൊരു ഒരു കോട്ടെങ്കിലും നിങ്ങൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമ്മൾക്ക് വേണ്ട. നമ്മൾക്ക് കൃത്യമായ ഗൈഡൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സസ് ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാനുവരി 1 കൂടെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം എഫേർട്ട് എടുക്കാതെ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകാം. നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, കാരണം ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 1 അവർ ഡെയിലി ക്ലാസ്സുകളിൽ വരില്ല. വീക്ക്ലി 3 ക്ലാസ് ആയിരിക്കും നമ്മൾ തൽക്കാലം ഷെഡ്യൂൾ ചെയ്യുന്നത്. ഒരു പക്ഷേ മാറ്റം ഉണ്ടായേക്കാം. എനിവേ നമ്മുടെ ക്ലാസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2 ഡേ ഒരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ നമ്മൾ ഈ ടോപ്പിക്കോ സബ് ടോപ്പിക്കോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അതിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. ആ ഏരിയയിലുള്ള നമ്മൾ പഠിച്ച കാര്യത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ വർക്കിംഗ് ആണെങ്കിലും നിങ്ങളെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. എന്ത് തിരക്കുള്ള ആളാണെങ്കിലും പ്രശ്നമില്ല. ഡെയിലി ഒരു 1 അവർ ക്ലാസ്സിന് വേണ്ടി മാറ്റി വെച്ചാൽ, ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്, പ്രിപ്പറേഷന് വേണ്ടിയിട്ടല്ല കേട്ടോ. പ്രിപ്പറേഷന് വേണ്ടി എത്ര സമയം മാറ്റി വെക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് സമയമില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ അറേഞ്ച്മെന്റ്, സ്ട്രക്ചർ, കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു 1 അവർ ക്ലാസ്സസ് കേൾക്കാനുള്ള ഒരു സമയം മാത്രം കണ്ടെത്തിയാൽ മതി. ആൻഡ് ദെൻ ചൂസ് യുവർ ഇഫക്റ്റീവ് വേ ഓഫ് ലേണിംഗ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, മിസ്റ്റർ ടൈം ടേബിൾ ഉണ്ടാക്കി തരുമോ, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എപ്പോഴൊക്കെ പഠിക്കണം, എത്ര നേരം പഠിക്കണം? അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ നെറ്റിൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 10th plus 2 ആണെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ മൊത്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. കാരണം എല്ലാവരും ഏകദേശം ഫ്രീ ആണ്, ഏകദേശം ഒരേ ടൈം ഓഫ് വർക്കിംഗ് പഠിക്കാനുള്ള സമയമൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. പക്ഷെ അതുപോലെയല്ലല്ലോ നമ്മൾ ഈ വർക്കിംഗ് വുമൻസും പിന്നെ കുട്ടികളുള്ള ചെറിയ ന്യൂ ബോൺസ് ഒക്കെ ഉള്ള പേരൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് സമയമൊക്കെ ഭയങ്കര രീതിയിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം ഏതാണുള്ളത് ചൂസ് ചെയ്യാം. ചെറിയ ബേബിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് രാത്രി സമയം ചൂസ് ചെയ്യാം. പിന്നെ വർക്കിംഗ് പീപ്പിൾസ് ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കാം. അപ്പം അങ്ങനെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ, ഇനിയിപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഹെഡ്സെറ്റ് ആണ്. ആ ഒരു ഹെഡ്സെറ്റ് വർക്കിംഗ് വിമൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കിച്ചൺ ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കേട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അതിലൂടെ കവർ ചെയ്യാം. നമ്മൾ ജോലികൾക്കിടയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ കവർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു സിലബസ് അനാലിസിസ്, അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് പഠിച്ചിട്ട് സിലബസിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ ഇനി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ക്ലാസ്സിന് വേണ്ടിയിട്ട് 1 അവർ മാറ്റി വെക്കാം. ഓക്കെ, അത് നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്നയാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു സ്ട്രാറ്റജിയാണ് 3 hours സ്ട്രാറ്റജി എന്നത്. മിനിമം 3 hours സ്ട്രാറ്റജി കേട്ടോ. 3 hours സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഡെയിലി 1 hour പേപ്പർ 1 വേണ്ടിയിട്ടും 2 hour പേപ്പർ 2 വേണ്ടിയിട്ടും മാറ്റി വെക്കുക. എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജൂൺ 2024 100% നെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങൾക്ക് ഫ്ലോയിൽ തന്നെ നിങ്ങൾക്ക് നെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 hours സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 1 hour ഡെയിലി പേപ്പർ 1 കൊടുക്കുക, 2 hour പേപ്പർ 2 വേണ്ടിയിട്ടും കൊടുക്കാം. ആൻഡ് PYQ ഡിസ്കഷൻ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒരുവിധം ഡെയിലി ബേസിസിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിങ്ങിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഒരു ഓക്കെ, എനിവേ വലിയൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ കവർ ചെയ്ത് പോകും. നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ കോച്ചിങ്ങിലാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കവർ ചെയ്ത് പോകും.
പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഇരിക്കും 4 ക്വസ്റ്റ്യൻസും അല്ലേ. അതായത് നമ്മളിങ്ങനെ വായിക്കുകയാണ്, സോ വാട്ട് ഇസ് ദാറ്റ് എൻ്റെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ യെസ് ഇത് തന്നെ ആൻസർ. അത് കഴിഞ്ഞ് ബി നോക്കുമ്പോഴോ അല്ല ഇതാണ് ആൻസർ. സി നോക്കുമ്പോഴോ അല്ല അയ്യോ ഇതാണല്ലോ. ഡി നോക്കുമ്പോൾ അയ്യോ ഇതും ശരിയാണല്ലോ. ആ ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും വരാറുണ്ട് അല്ലേ. 4 ആൻസേഴ്സും സിമിലർ ആണെന്നുള്ളത്. അപ്പോൾ നെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആൻസർ അല്ല ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് മോസ്റ്റ് കറക്റ്റ് ആൻസർ പക്ഷെ കറക്റ്റ് ആയിരിക്കാം, ആ ഓപ്ഷൻസ് ഒക്കെ അതിന് കറക്റ്റ് ആയിരിക്കാം. പക്ഷെ നമ്മളവിടെ ചൂസ് ചെയ്യേണ്ടത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷനാണ്, എനിക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിങ്ങൾക്കറിയാലോ, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ 4 പ്രാവശ്യമൊക്കെ നെറ്റ് എഴുതിയിട്ട് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒരിക്കൽ പോലും ഇപ്പോൾ നമ്മൾ ഒരു JRF കിട്ടിയ അവളുടെ സ്റ്റാറ്റസ് കാണാം, അല്ലെങ്കിൽ റോം വാസ് ഇൻ ബിൽഡ് ഇൻ എ എന്നുള്ള ആ ഒരു ടോക്ക് നമ്മൾ പറയാറില്ല, ഒരു പഴമൊഴി ഉണ്ടല്ലേ. കാരണം റോം സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, അതല്ലെങ്കിൽ ഒരു ശില്പം, അല്ലെങ്കിൽ വേറെ ആര് നേടിയൊരു വിജയം ഒരു ദിവസത്തെ റിസൾട്ട് അല്ല. നമ്മളത് കാണുന്നത് ആ ഒരു ദിവസവും ആ ഒരു സമയത്തെ അവരുടെ ഭംഗിയും പൊലിവും മാത്രമായിരിക്കും. പക്ഷെ ആക്ച്വലി അതല്ല, അത് അവർ എത്രയോ മുൻപേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ 4 വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊന്നും അവിടെ നിന്ന് പോയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊന്ന് സ്ട്രക്ചേർഡ് ആക്കേണ്ട പ്രശ്നം മാത്രമേ ഇനി ബാക്കി കിടക്കുന്നുള്ളൂ. അതൊന്ന് മിനുക്കിയെടുക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്നത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വെറുതെ ഉള്ളൊരു പഠനം ആവരുത്. ഇനി അങ്ങോട്ട് ഈ പ്രാവശ്യം മുതൽ നമ്മൾ സ്ട്രക്ചേർഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രക്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഈ ഒരു സംഭവം വർക്കൗട്ട് ആയിരുന്നു. പക്ഷേ ഇനി സിലബസിൽ ചേഞ്ച് വരുമ്പോൾ ഏത് രീതിയിലൊക്കെയാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മളെ കൊമേഴ്സിന് അത് ഒരുപാടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം നമ്മളെ പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ്സ് എല്ലാം ഏകദേശം സ്റ്റാറ്റിക് കൺസെപ്റ്റ്സ് ആണ്. അതുകൊണ്ട് അതിലൊന്നും ഒരുപാടൊന്നും മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. ചില ടോപ്പിക് ആഡ് ചെയ്തേക്കാം, ചില ടോപ്പിക്സ് ഡ്രോപ്പ് ചെയ്തേക്കാം. അത്തരം ചില മാറ്റങ്ങളൊക്കെ ഇനി വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പം തന്നെ ട്രെൻഡ് അനാലിസിസ്. അപ്പോൾ ഇതുവരെയുള്ള പാറ്റേൺ ഒക്കെ എങ്ങനെയായിരുന്നു നോക്കുക. റീഡിങ് ആൻഡ് കംപ്രഹെൻഷൻ, അസേഷൻ ആൻഡ് റീസണിങ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുക. അത് നമ്മൾ പ്രത്യേകിച്ച് കോച്ചിങ്ങിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അസേഷൻ റീസണിങ്. പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു മെത്തേഡ് തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അതായത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എന്നിട്ട് അതിൽ നിന്ന് വേറെ ഒരു പാസേജ് തരുന്നു, അതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻസ് 10ഓളം ക്വസ്റ്റ്യൻസ് ഒരു ഏരിയയിൽ തന്നെ വരുന്ന രീതിയിലുള്ള. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ കവർ ചെയ്യാം, അത് നമുക്ക് ഡിഫറെൻറ്റ് സെഷൻസ് ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോവാതെ പഴയ കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രമാണ്. നമ്മളൊരു പഠിച്ചൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഡെയിലി ബേസിസിൽ പഠിക്കുന്നവരാണെങ്കിൽ ഒരു 3 ദിവസം വരെ നിങ്ങൾ 3 ഡിഫറെൻറ്റ് ടോപ്പിക് പഠിച്ചു. അങ്ങനെ ഈ 3ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 3 ടോപ്പിക്കും ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ 1 വീക്ക് പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഈ 1 വീക്കിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ 5 ടോപ്പിക്കും വീണ്ടും റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത്, നമുക്ക് മൺഡേ ഒരു ക്ലാസ് ഉണ്ടാവും, ചൊവ്വാഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അതിൻ്റെ MCQ ആയിരിക്കും, ട്യൂസ്ഡേ ക്ലാസ്, നെക്സ്റ്റ് ഡേ അതിൻ്റെ MCQ. അങ്ങനെ വന്നിട്ട് ആ 1 വീക്കിൽ ഒരു മെഗാ MCQ അല്ലെങ്കിൽ ഒരു മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആ വീക്കിൽ എടുത്ത കാര്യങ്ങൾ മൊത്തം സൺഡേ നമുക്ക് ആ വീക്കിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെയുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മന്ത്ലി, അപ്പോൾ ഇതുപോലുള്ള 4 വീക്സ് കടന്നു പോയി, എന്നിട്ട് ആ മന്തിൽ ഒരു മെഗാ മോക്ക് ടെസ്റ്റ്, ആ മന്തിൽ പറഞ്ഞ എല്ലാ ടോപ്പിക്കും കൂടെ മിക്സ് ആക്കിയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ ഈസി ആയിട്ട് റിവിഷൻ നടക്കുന്നു, PYQ നടക്കുന്നു, പ്രാക്ടീസ് നടക്കുന്നു, വൈഡ് ഏരിയ ഓഫ് സിലബസും കവർ ആവാൻ പറ്റുന്നു. ഓക്കെ, ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് പെർസീവറൻസ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകുന്ന ഒരു സംഭവം അതാണ്. പക്ഷേ ക്ലാസ്സൊക്കെ കേട്ട് കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചാർജ് ആവും. അടിപൊളിയാണ്, നാളെ അങ്ങനെ തന്നെ ചെയ്യണം, നാളെ തൊട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെ പറയും. പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകാനാണ് പലർക്കും ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കോച്ചിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കോച്ചിങ് ഉണ്ടാവുകയും ചെയ്യും, നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളും ഉണ്ടാകും. അത് കാണുമ്പോൾ നമുക്ക് എന്തായാലും വെറുതെ ഇരിക്കാൻ തോന്നില്ല. പിന്നെ നമ്മൾ തരുന്ന ടാസ്കുകളെല്ലാം ചെയ്യൽ കമ്പൽസറിയാണ്. നിങ്ങളെ വെറുതെ ഇരിക്കാൻ എന്തായാലും നമ്മൾ അനുവദിക്കില്ല. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി എന്നുള്ളത് നമ്മൾ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കാം, അത് ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ തന്നെ സ്ഥിരോത്സാഹവും കീപ്പ് ചെയ്യുക. നമ്മൾ എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത് എന്നുള്ളത് മറക്കാതിരിക്കുക. ടൈം ടേബിൾ നിർബന്ധമാണ്. ടൈം ടേബിൾ വളരെ 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 നിർബന്ധമാണ്. ടൈം ടേബിൾ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ മുൻപിൽ ഇനി 130-150 ദിവസങ്ങളാണ് കറക്റ്റ്ലി. ഓക്കെ, അപ്രോക്സിമേറ്റ് എന്തായാലും 3-4 മാസം എന്തായാലും മുന്നിലുണ്ട്. അവസാനത്തെ മാസത്തെ നമ്മൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നതല്ല, അവസാനത്തെ നമ്മൾ
ലാസ്റ്റ് മന്ത് നമ്മൾ ഫുൾ റിവിഷൻ മാത്രമായിരിക്കും, നമ്മൾ കംപ്ലീറ്റ് PYQ ഡിസ്കഷൻ അതുപോലെ അത്ര കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിന് മുൻപുള്ള 4 മാസങ്ങളിലായിട്ട് തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ്ലി കോഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു നമ്മുടെ സിലബസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോച്ചിങ്ങിൻ്റെ ടൈം ടേബിൾ നമ്മളതുണ്ടാകും. അതിന് പുറമെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ളൊരു ടൈം ടേബിൾ കൂടെ പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് കീപ്പ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് മസ്റ്റാണ്. ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ പലതും പല രീതിയിൽ അവിടെ ഇവിടെ എഴുതി വെക്കുന്ന സിസ്റ്റം മാറ്റിയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് 10 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഓരോ യൂണിറ്റിന് ഓരോ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഓരോ യൂണിറ്റിൻ്റെ ടോപ്പിക്സും അതായത് യൂണിറ്റിൽ തന്നെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ അഥവാ ഇൻ കേസ് ഈ വർഷം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്കും കൂടി നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള നോട്ട്സ് എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നെറ്റിന് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറായി മാറി ക്ലാസ് എടുക്കാനാണെങ്കിലും മറ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടീച്ചിങ് എന്നുള്ള ഫീൽഡിലേക്കാണല്ലോ. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു കോളേജ് ടീച്ചർ മാത്രമല്ല, നമുക്ക് ഇതുപോലെ നെറ്റ് കോച്ചിങ് കരിയേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ യൂട്യൂബ് ക്ലാസ്സസ്, യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഒരുപാട് പിന്നെ പല ടൈപ്പ് ഓഫ് ട്യൂഷനായിട്ടും ഒരു എഡ്യൂക്കേഷൻ്റെ ഫീൽഡ് എന്ന് നിങ്ങൾക്കറിയാം അത്രയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണല്ലോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. ആ ഒരു രീതിയിലുള്ള നോട്ട്സ് എപ്പോഴും ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമ്മൾ ഈ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഫസ്റ്റ് ദിവസം ഇൻട്രസ്റ്റ് ഉണ്ടാവും, 2-3 ദിവസം കഴിഞ്ഞ് ഒന്ന് വയ്യാതെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ക്ഷീണിക്കുമ്പോൾ മതി തോന്നും. അങ്ങനെ നമ്മളൊരു ഇന്നും കൂടെ കുറച്ചുകൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് എടാ എണീക്കടാ കമോൺ നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്, നമുക്ക് പഠിക്കേണ്ടത് ചോദിച്ചിങ്ങനെ വിളിച്ചുണർത്തുന്ന ഒരാളുണ്ടാകുമ്പോൾ അത് എത്രമാത്രം എഫക്റ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾ പഠിക്കുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും പഠിച്ചു പോകും. അപ്പോൾ നമ്മുടെ കോച്ചിങ്ങിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മുടെ കൂടെ മറ്റു ഗ്രൂപ്പ്സിൽ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പ്സ് ആയിട്ടില്ല, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഗ്രൂപ്പ്സിലുള്ള സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ നടക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ട് A, പാർട്ട് B. അപ്പോൾ അതിലുള്ള സ്ട്രോങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കുള്ള ഏരിയാസ്, ഓക്കെ, അത് കണ്ടിരിക്കുന്നത് എന്തിനാ വെച്ചാൽ അതിനെ പിന്നെ നോക്കേണ്ടെന്നല്ല, അത് നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണെന്നുള്ളൊരു ഏരിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഏരിയനെ പിന്നെ വിടാതെ പിടിച്ചോ. ആ ഏരിയയിൽ 5 ക്വസ്റ്റ്യൻ വന്നാൽ ആ 5 ക്വസ്റ്റ്യൻ ഞാൻ അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനി വീക്ക് ഏരിയനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ വീക്ക് ഏരിയനെ അങ്ങനെ പാടെ ഒഴിവാക്കേണ്ട. കാരണം 4 പ്രാവശ്യം ഒരേപോലെ പഠിച്ചിട്ട് നെറ്റ് കിട്ടാത്ത ആൾക്കാർ ചിന്തിക്കുകയാണ് എന്താണെങ്കിൽ നെറ്റ് കിട്ടാത്തത്. കാരണം 4 പ്രാവശ്യം അവർ പഠിച്ചത് എന്താണ്, അതേ കാര്യം. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നൊരു പ്രശ്നമാണ്, നമ്മൾ പഠിച്ച ഭാഗം തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. ടാക്സിലൊരു പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെ ടാക്സിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ 4 എക്സാമിൽ ഞാൻ ടാക്സ് നോക്കിയിട്ടേ ഇല്ല, എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഡിഫറെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിൽ എന്താ അർത്ഥം? ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളതിലുള്ള വീക്ക് ഏരിയ നല്ലോണം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വീക്ക് ഏരിയ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങുക. ആൻഡ് സെൽഫ് അസസ്മെൻറ്റ്, നിങ്ങളെ തന്നെ വിലയിരുത്തുക. അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഫാക്ടറാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം നെറ്റ് കിട്ടിയിട്ടില്ല, ബിഗിനർ ആണെങ്കിൽ നെറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഞങ്ങൾ ചെയ്യാം എന്നുള്ളതും ഒരു പ്ലാൻ ടേബിൾ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഓൾറെഡി നെറ്റ് എക്സാം എഴുതിയിട്ട് കിട്ടാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല, ഏതൊക്കെ ഏരിയ ഞാൻ ഇനി കവർ ചെയ്യാൻ ബാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സെൽഫ് അസസ്മെൻറ്റ് ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്ത് ചെയ്യുക. എന്നിട്ട് ഇപ്രാവശ്യം നമ്മളെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഓരോ സംഭവങ്ങളും ടിക്ക് ചെയ്ത് പോവുക. ഓരോ കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യവും ഇപ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങാം. ആൻഡ് ഫൈനലി വിഷ്വലൈസ് ദാറ്റ് മൊമെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നെറ്റ് അച്ചീവ് ചെയ്യുന്നു, നിങ്ങൾ റിസൾട്ട് വരുന്നു, നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നു, നിങ്ങളെ പാരൻസ്, ഓഫ് കോഴ്സ് നമ്മുടെ പാരൻസ്, വേറെ ആര് സന്തോഷിച്ചിട്ടില്ലെങ്കിലും വേറെ ആര് കളിയാക്കിയാണെങ്കിലും നമ്മുടെ പാരൻസ് എന്തായാലും നമ്മളെ വിജയത്തിൽ സന്തോഷിക്കുമല്ലോ, അല്ലേ? അവരുടെ ഫേസ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. രാത്രി ഉറക്കം വരുമ്പോഴൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു ടെക്നിക്കാണ് കേട്ടോ അത്. അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണാടിയുടെ മിററിന് മുന്നിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഇത് പെർഫോം ചെയ്യാം, ഇത് വിഷ്വലൈസ് ചെയ്യാം. അത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് ഉറക്കം വരില്ല, മാത്രമല്ല നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവും, നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള ആവശ്യം വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ സാരി കൊടുത്തിട്ട്, അതാണല്ലോ നമ്മുടെ ഓൾറെഡി ടീച്ചിങ് കൺസെപ്റ്റ്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ള പലരും നമ്മുടെ പഠിച്ച കോളേജുകളിൽ ടീച്ചറായിട്ട് പോകുന്നൊക്കെയും ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഈ ഒരു വിജയം നിങ്ങൾ കൈവരിച്ചാൽ ബാക്കിയുള്ളവർ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ശരിക്കും വിഷ്വലൈസ് ചെയ്യുക. അത് വിഷ്വലൈസ് ചെയ്യുന്നത് വഴി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മടിയും പ്രൊക്രാസ്റ്റിനേഷനും എല്ലാം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. സോ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി പ്രിപ്പറേഷനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ, അപ്പോൾ നിങ്ങൾ ബോത്ത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി എങ്ങനെ പ്രിപ്പയർ ആവണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ കൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ നിങ്ങളോട് ക്രിസ്റ്റൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. സെൽഫ് സ്റ്റഡി പ്രിഫർ ചെയ്യുന്നവർക്ക് അത് പ്രിഫർ ചെയ്യാം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഗൈഡൻസോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാ കാര്യങ്ങളും കിട്ടും, അതിൽ ജോയിൻ ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, കരിയർ ഗൈഡൻസ് സെൽഫ് പ്രിപ്പറേഷൻ ആ രീതിയിൽ നോക്കാം. ഇനി നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമുണ്ട്, കോച്ചിങ് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ക്രിസ്റ്റൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലിൻ്റെ ഫസ്റ്റ് കോഴ്സ് വരുന്നത് ക്രാഷ് കോഴ്സ് അല്ല, മെയിൻ കോഴ്സ് വരുന്നത് 5 month കോഴ്സായിട്ടാണ്. ഓൺലൈൻ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. രണ്ട് രീതിയിൽ ക്രിസ്റ്റൽ ഇപ്പോൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫുൾ കോഴ്സ് JRF ക്രാക്കർ, അവിടെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യും. ക്ലാസ് എല്ലാം പുതിയ സിലബസിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ലൈവ് സെഷനും ഉണ്ടാവും, റെക്കോർഡും അവൈലബിൾ ആയിരിക്കും. പിന്നെ എക്സാം മോണിറ്ററുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. മെന്റർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററോട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ പഠനം എന്ന് പറയുമ്പം എങ്ങനെ പഠിക്കണം എന്ന് മാത്രമല്ല, പലരും പല സിറ്റുവേഷനിൽ നിൽക്കുന്നതായിരിക്കും. ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ, അപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിലുള്ളവരാണെങ്കിൽ അത് പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ആ പ്രശ്നം കേൾക്കാം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയേക്കാം. മാത്രമല്ല അതുപോലുള്ള നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നം നമുക്ക് വലുതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്രൂപ്പിലാകുമ്പോൾ സിമിലർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർ അത് എങ്ങനെ ടാക്കിൾ ചെയ്തു, എങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനും കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് അതിനനുസരിച്ച് മാറ്റാൻ പറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഉതകുന്നുള്ള മെന്റർഷിപ്പ് അവിടെ റെഡിയാണ്. പിന്നെ യൂണിറ്റ് വൈസ് ടെസ്റ്റുകളുണ്ട്, ഫുൾ ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് റിവിഷനും ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം കുറേ കാലമായി കോച്ചിങ്ങിനൊക്കെ പോകുന്നു, വെൽ സെറ്റാണ്, അതിലേക്ക് സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് കോഴ്സ് പ്രിഫർ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ടോപ്പിക് റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഡെയിലി ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, ഡെയിലി ഡിസ്കഷൻ ഉണ്ടാവും, MCQs ഉണ്ടാവും. വീക്കിലി നിങ്ങൾ പ്രോഗ്രസ് നമ്മൾ അനലൈസ് ചെയ്യും, പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മന്ത്ലിയുള്ള റിവിഷനും മെഗാ ടെസ്റ്റ് കാര്യങ്ങൾ, PYQ ഡിസ്കഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കോച്ചിങ് പ്രിഫർ ചെയ്യുക, അതിനനുസരിച്ചുള്ള ലേണിംഗ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രിസ്റ്റൽ ഒരു സ്കോളർഷിപ്പ് നടത്തുന്നുണ്ട് December 23. അപ്പം ഈ ഒരു ജസ്റ്റ് 30 to 50 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിൽ top 5 വരുന്ന ആൾക്കാർക്ക് 50% ഫീ റിഡക്ഷൻ ഉണ്ട്. മാത്രമല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ബേസിസ് 20% ഫീ റിഡക്ഷനും ഉണ്ടാകുന്നതായിരിക്കും.